ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാഠം 20 അവസാനിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അവസാനത്തെ എക്സസൈസുകളാണ്. അപ്പോൾ ഇവിടെ അടുത്ത എക്സസൈസിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അക്ഷരങ്ങളിൽ എഴുതണം. ഓക്കെ. ലി അർബഅതു ഇഖ്വത്തിൻ വ സലാസു അഖവാത്തിൻ. പുല്ലിംഗാണെങ്കിൽ എണ്ണപ്പെടുന്നത് പുല്ലിംഗാണെങ്കിൽ എണ്ണം സ്ത്രീലിംഗമായിരിക്കും. എണ്ണപ്പെടുന്നത് സ്ത്രീലിംഗാണെങ്കിൽ എണ്ണം പുല്ലിംഗമായിരിക്കും. അത് ശ്രദ്ധിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. മുഹമ്മദുൻ ലഹു ഖംസത്തു അബ്നാഇൻ വ സമാനി ബനാത്തിൻ. ഇതിൻ്റെ ആൻസർ ഇൻഷാ അല്ലാഹ് താഴെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബാറക്കല്ലാഹു ഫീക്കും. ഇന്ദി അശറത്തു കുതുബിൻ വ സബഉ മജല്ലാത്തിൻ ഫിൽ മുസ്തഷ്ഫ തിസ്ഉ തബീബാത്തിൻ വസിത്തു മുമരിദാത്തിൻ. ഇന്ദി അർബഅത്തു ഖുംസാനിൻ. ലിഹാസിഹി സയ്യാറത്തി അർബഉ അബ്വാബിൻ. ലിഹാസിഹി സയ്യാറത്തി അർബഅത്തു അബ്വാബിൻ. ഫി ഹാസിഹിൽ കലിമത്തി ഖംസത്തു ഹുറൂഫിൻ. ഫി മദ്രസത്തിനാ സമാനി മുദർരിസാത്തിൻ. ഫി ബൈത്തിനാ അശറത്തു റിജാലിൻ വ അശ്റു നിസായിൻ. ദഹബ അബി ഇല റിയാദി ഖബ്ല സലാസത്തു അയ്യാമിൻ. ഇനി അടുത്ത എക്സസൈസിൽ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇസ്മുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും 3 മുതൽ 10 വരെ പ്രാക്ടീസ് ചെയ്യണം, എണ്ണി പഠിക്കണം. അപ്പോൾ ആദ്യം കൊടുത്തത് സയ്യാറത്തും. അപ്പോൾ എങ്ങനെ എഴുതാം? സലാസു സയ്യാറാത്തിൻ, സലാസു അഖവാത്തിൻ, സലാസു ത്വാലിബാത്തിൻ, സലാസു മജല്ലാത്തിൻ, സലാസു ബനാത്തിൻ, സലാസു സാആത്തിൻ. ഒക്കെ പെണ്ണുങ്ങളാണ്, സ്ത്രീലിംഗാണ്, മുഅന്നസാണ്. അപ്പോൾ എണ്ണം പുല്ലിംഗമായിരിക്കണം. ഇനി അർബഉ സയ്യാറാത്തിൻ, അർബഉ അഖവാത്തിൻ, അർബഉ ത്വാലിബാത്തിൻ, അർബഉ മജല്ലാത്തിൻ, അർബഉ ബനാത്തിൻ, അർബഉ സാആത്തിൻ. അങ്ങനെ 10 വരെ ഇൻഷാ അല്ലാഹ് ചെയ്യുക. ഓക്കെ. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഈ ലെസണിൽ പഠിച്ച പുതിയ വേർഡ്സ്: അൽ കലിമാത്തുൽ ജദീദത്തു, പുതിയ പദങ്ങൾ. അൽ മജല്ലത്തു, മാഗസിൻ. അതിൻ്റെ ജമ്മന്ത ബഹുവചനന്ത മജല്ലാത്തുൻ. അൽ ഹുറൂഫു, അക്ഷരം. അതിൻ്റെ ജമ്മന്ത ബഹുവചനം ഹുറൂഫുൻ, അക്ഷരങ്ങൾ. പിന്നെ ഇന്തോനീസ്യ, അത് എഴുതി പഠിക്കണം, സ്ഥലത്തിൻ്റെ പേര്. അൽ കലിമത്തു, പദം, വാക്ക്. അതിൻ്റെ ജമ്മ് കലിമാത്തുൻ. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.